ഇന്നലെ വൈകുന്നേരം ഇപ്പോൾ ചോറുണ്ടാന്ന് നോക്കിയപ്പോൾ കുറച്ച് ബീഫിൻ്റെ ഗ്രേവി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുട്ടയും ആ ഗ്രേവിയും കൂട്ടി ചോറ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവോള ചേർത്ത് വഴറ്റിയിട്ട് അതിലേക്ക് തന്നെ ഒരു 3 മുട്ടയും ചേർത്ത് കൊടുത്തു. അങ്ങനെ ആ മുട്ട നന്നായിട്ട് പൊരിച്ചെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. എരിവും ചേർക്കാം, പക്ഷേ ഞാൻ ബീഫിൽ നല്ല എരിവുള്ളത് കൊണ്ട് അതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല. അങ്ങനെ ആ ബീഫിൻ്റെ ഗ്രേവിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ചോറുണ്ടല്ലോ, നമ്മുടെ ചോറ് കഴിക്കാനുള്ള ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ബീഫ് ഇല്ലെങ്കിലും മുട്ട തന്നെയായാലും നമുക്കിങ്ങനെ ചെയ്യാം. 2 പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്ത് അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ അച്ചുമോന് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് അച്ചുമോന് കഴിക്കാൻ കൊടുത്തു കേട്ടോ. നല്ല ചൂടാണ്. അങ്ങനെ ചൂടാറിയിട്ട് അച്ചുമോൻ കഴിച്ചു തുടങ്ങിയിട്ട് അവനത് ഭയങ്കര ഇഷ്ടമാണ്. പാറമോൾക്ക് പിന്നെ ഞാൻ അവിടെ ചോറ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും കഴിച്ചു തുടങ്ങി കേട്ടോ. അച്ചുമോന് മതിയായില്ല. രണ്ടാമതായപ്പോൾ ഞാൻ കുറച്ച് ചുട്ടരച്ച ചമ്മന്തി കൂടി അതിലിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അച്ചുമോൻ പറയാ നേരത്തെ കഴിച്ചേക്കാളും ടേസ്റ്റ് ഇതാണ് അമ്മയെന്ന്. പാറമോൾ ഇവിടെ കടല കൂട്ടി കഴിക്കുന്നുണ്ട് കേട്ടോ. അച്ചുമോന് രണ്ടാമത് ഉണ്ടാക്കിയ ചോറ് ഒന്നുകൂടെ ഇഷ്ടമായിട്ടാ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി കഴിച്ചു. ഇനി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അച്ചുമോനെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിലല്ല, ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി ആക്കി വന്നിട്ടാണ് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത്. ഹലോ ചേച്ചി, എന്താ ചെയ്യണേ? അടിച്ചു വരാ. അങ്ങനെ ഞാൻ മുറ്റടിക്കുമ്പോഴും പുല്ല് പറിക്കുമ്പോഴൊക്കെ പാറമോൾ ഒരു കുഞ്ഞിച്ചൂലെടുത്ത് എൻ്റെ ഒപ്പം വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ മുറ്റത്തെ പുല്ലൊക്കെ പറിച്ച് അടിച്ച് വാരിട്ടോ. നല്ല വെയിൽ വന്നപ്പോഴേക്കും 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കയറി വന്ന് കുറച്ച് നേരം വിശ്രമിച്ചു. പാറമോൾക്ക് ഞാൻ പാല് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പഴം കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി സാമ്പാറുണ്ട്, പക്ഷെ പാറമോൾക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പഴം കഴിച്ച് കുറച്ച് പാലും പാറമോൾ കഴിച്ചു. ഞാനൊരു ഗ്ലാസ് കാപ്പിയും കുടിച്ചു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പാറമോളെ ഞാൻ ഡാൻസിന് കൊണ്ടുപോയി ആക്കാൻ പോവാണ് കേട്ടോ.